ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ ഐ വാസ് ഈറ്റിംഗ് ലൈക്ക് എ ഷിറ്റ്. ആക്ച്വലി ഞാൻ അന്ന് എങ്ങനെ കഴിച്ചിരുന്നുണ്ട് ഇങ്ങൾക്ക് തന്നെ ചിരി വരും. അന്ന് ഞാൻ ഭയങ്കര സ്കിന്നി ആയിരുന്നു. അപ്പം മെയിനായിട്ട് ജിമ്മിൽ പോകുന്നത് എന്തിനാണ്? വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. സോ ജിമ്മിൽ ആദ്യം തന്നെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് കിട്ടുന്ന അഡ്വൈസ് ഫുള്ള് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുക ബോഡി ബിൽഡിംഗ് ആയിരിക്കും. വലിയ വലിയ ബോഡി ബിൽഡേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണാം. അപ്പോൾ ഓര് കഴിക്കണം അതേപോലെ കഴിക്കാൻ തുടങ്ങി. ഞാൻ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നോർമലി എന്താ ചെയ്യുക? ബൾക്ക് ചെയ്യും അല്ലേ? ഡേർട്ടി ബൾക്കിങ് അല്ലെങ്കിൽ കുത്തി നിറച്ച് തിന്നും. അപ്പോൾ ഞാൻ തിന്നിയ മെയിൻ ഫുഡുകൾ എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ, സാദാ വൈറ്റ് റൈസ്, പിന്നെ ബ്രെഡ്. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഫുഡ്. ബിക്കോസ് അതർ പ്രോട്ടീൻ സോഴ്സിക്ക് പോകാതെക്കാൻ കാരണം 1 കയ്യിൽ പൈസ കുറവായിരുന്നു. 2 അങ്ങനെ ഇന്ന പ്രോട്ടീൻ സോഴ്സിനൊന്നുമില്ല, എത്ര പ്രോട്ടീൻ കിട്ടിയാൽ മതി എന്നേ മനസ്സിലുള്ളൂ. 3 ഞാൻ ആക്നേൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു മുട്ട കഴിക്കരുത്, ബീഫ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അതേപോലെ ചെയ്ത്. പക്ഷെ ഇപ്പോൾ ഞാൻ മുട്ടയും ബീഫൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അന്ന് എനിക്ക് പ്രോട്ടീൻ സോഴ്സ് ആകെ ഉണ്ടായിരുന്നത് ചിക്കനും ഫിഷൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ മെയിനായിട്ട് ചോറും ബ്രെഡും പീനട്ട് ബട്ടറും പിന്നെ ഓട്സും, ഇങ്ങനത്തെ കുറച്ച് ഷിറ്റി ഫുഡുകൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നത്. ഐ വാസ് ആക്ച്വലി ഒരു 60 kg 61 kg ഒക്കെ ആയിരുന്നു ജിമ്മിൽ പോകുമ്പോൾ. ആൻഡ് യെസ്, വെയിറ്റ് കൂടി 69 kg ഒക്കെ എത്തി. ബട്ട് ഇറ്റ്സ് കൈൻഡ് അൺഹെൽത്തി വേ. അത് നല്ലൊരു വഴിയല്ല. കാരണം നമ്മൾ അത്രയും കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുത്തി നിറച്ച് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി വേ. നമ്മൾ ഇൻസുലിനൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. എപ്പോഴും ഒരു ബ്രെയിൻ ഫോഗ് വന്നാണ്ടായിരിക്കും. അന്നേ പഠിക്കുന്ന ടൈമാണ്ട് പഠിക്കാനും കഴിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പെട്ടെന്ന് ഉറക്കമൊക്കെ വരും. അപ്പോൾ ആക്ച്വലി ഐ വാസ് ഫീലിംഗ് ലൈക്ക് എ ഷിറ്റ്. കാരണം നമ്മൾ ഉള്ളിലൊരു ഇൻറ്റേർണൽ ഫീലിംഗ്, നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ് കഴിക്കാനും, ചീത്ത ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അങ്ങനത്തെ ഒരു ലേസി ലെത്താർജിക് എനർജി ഇല്ലാത്തൊരു ഫീൽ ആയിരിക്കും. നല്ല സ്ട്രെങ്ത് ഉണ്ട്, കാരണം അത്രയും കാലറി സർപ്ലസ് ആയിക്കൊണ്ട് ചെല്ലല്ലേ. പക്ഷെ മൂഡ് ഭയങ്കര രീതിയിൽ മോശമായിരുന്നു. ഞാൻ പ്രോട്ടീൻ്റെ അളവൊക്കെ എങ്ങനെ കണക്ക് കൂട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ വൈറ്റ് റൈസ്, കുക്ക്ഡ് വൈറ്റ് റൈസിൽ 100 ഗ്രാം എടുത്താൽ 2-3 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊരു 500 ഗ്രാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് 10-15 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പോൾ അങ്ങനെ 4 വട്ടം തിന്നാൽ അപ്പം തന്നെ ഏകദേശം എത്രയായി? 15 ഏകദേശം 60 ഗ്രാം പ്രോട്ടീൻ, അല്ലെങ്കിൽ 40-60 ഗ്രാം പ്രോട്ടീൻ കിട്ടി. ചോറും തന്നെ അത്ര കിട്ടി. ഇനി ബാക്കി 2 സ്പൂൺ പീനട്ട് ബട്ടർ, പിന്നെ അതിൽ ബ്രെഡ്. അങ്ങനെയായിരുന്നു ഞാൻ പ്രോട്ടീന് കണക്ക് കൂട്ടിയിരുന്നത്. ഒട്ടുമിക്ക കുട്ടികളും ഫസ്റ്റ് ജിമ്മൊക്കെ പോകുമ്പോൾ ഓരോ ചിന്താഗതി ഇങ്ങനെ ആയിരിക്കും. കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നവരൊക്കെ കൂടുതൽ തിന്നണമെന്ന് കരുതിയാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ തിന്നുണ്ടാവുക. ഇറ്റ്സ് ആക്ച്വലി റോങ്. ഓട്സ്, പീനട്ട് ബട്ടർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പ്രോബ്ലം ഇസ് ദാറ്റ് ഈവൻ ദോ അതിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ആക്ച്വലി ഞാൻ അതിനെന്താ വിളിക്കുക പറഞ്ഞാൽ ലേസി ഫുഡുകൾ എന്നാ പറയുക. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഒരു മന്ദപ്പും നമ്മളൊരു എനർജി ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കയറും. ഐ വിൽ ഷെയർ എ ഒരു ചീപ്പ് വേ ഉണ്ട്. അങ്ങനെ അല്ലാതെ നമുക്ക് പ്രോട്ടീന് നല്ല രീതിയിൽ കിട്ടുന്ന നല്ല ഹെൽത്തി പ്രോട്ടീൻ കിട്ടുന്ന നല്ലൊരു ഫുഡ് സോഴ്സ് ഉണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഇനി ഇപ്പോൾ ഉള്ള ഞാൻ കറൻ്റ്ലി ലീനായിട്ട്, ഇപ്പോഴത്തെ മസിൽ നോക്കണ്ട. എനിക്ക് ഇതിൻ്റെ ഇടയിൽ മഞ്ഞപ്പിത്തം വന്നിട്ട് ഫുൾ മസിൽ ലോസ് ആയിരുന്നു. ഇപ്പം നോമ്പല്ലേ. ഐ വിൽ ബിൽഡ്. ഇനി 2-3 മാസം കൊണ്ട് ഞാൻ പഴയ രീതിക്ക് വരും. ഇപ്പോഴത്തെ അന്നത്തെ എനിക്ക് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഫുഡ് ഞാൻ കൊടുക്കുക, #നമ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് അപ്പാർട്ട് ഫ്രം ബ്രസ്റ്റ് മിൽക്ക്, ഇറ്റ് ഈസ് മുട്ട. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, എഗ്സ്. മുട്ട എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൂപ്പർ ഹ്യൂമൻ ഫുഡാണ്. മുട്ടയും റെഡ് മീറ്റും. രണ്ടാമത്തെ ആൾ റെഡ് മീറ്റാണ്. ലെറ്റ് മീ ഫിനിഷ് എഗ്സ്. എഗ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ അതിലുണ്ട്. ലൂസീനും എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ബയോ അവൈലബിലിറ്റിയും നല്ല രീതിയിൽ കൂടുതലാണ്. നമ്മൾ ഈ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് കഴിക്കണ മാതിരി ആവില്ല. ഈ പീനട്ട് ബട്ടർ ഒന്നും കഴിക്കുന്ന പോലെ ആവില്ല. നമ്മുടെ ശരീരത്തേക്ക് കുറച്ചുകൂടി കൂടുതൽ പിടിക്കും. കാരണം ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂടുതൽ പ്രോട്ടീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ #നമ്പർ 1 മുട്ട. രണ്ടാമത്താണ് ആൾ ടൈപ്പ് ഓഫ് മീറ്റ്സ്, ബീഫ്, ചിക്കൻ, ഫിഷ്, അങ്ങനെ എല്ലാ ടൈപ്പ് മീറ്റും. അതിലൊന്നും കൂടി കൂടുതൽ ന്യൂട്രിയൻ ഡെൻസ് ആയത് റെഡ് മീറ്റ് ആയിരിക്കും, ബീഫ്, അങ്ങനത്തെ സംഭവങ്ങൾ. ഇനി മൾട്ടി വൈറ്റമിൻസിന് വേണ്ടി ഏറ്റവും നല്ല സംഭവം എന്താ പറയുക? സപ്ലിമെൻറ്റ്സ് അല്ല, ഇറ്റ്സ് ഓർഗൻസ്. ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ലിവറും ഹേർട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓർഗൻസ്, ടെസ്റ്റിക്കിൾസൊക്കെ. അതൊക്കെയാണ്
നാച്ചുറൽ ആയിട്ടുള്ള മൾട്ടി വൈറ്റമിനുകൾ. ഏറ്റവും നല്ല ഫാറ്റ് സോഴ്സുകൾ. ഇനി ഫാറ്റ് തിന്നു കഴിഞ്ഞാൽ ഫാറ്റ് ആവുമെന്നൊക്കെ ചില ഭയങ്കര ബിഗിനേഴ്സിന് ചിന്തണ്ടാവും, കുറച്ച് ആയവർക്ക് അറിയുണ്ടാവും. നോ, ഇറ്റ്സ് നോട്ട് ആക്ച്വലി ലൈക്ക് ദാറ്റ്. ഫാറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. മെയിൻലി ഏറ്റവും അടിപൊളി ഫാറ്റുകൾ ബട്ടർ, ഗീ, നെയ്യ്, അതുപോലെ യോഗട്ട്, അതുപോലെ ചീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ നമുക്ക് കൊളാജനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബോൺ ബ്രോത്ത്, അതായത് പോത്തിൻ്റെ എല്ല് വെച്ചാണ്ട് ഒരു സൂപ്പ് ടൈപ്പ് സാധനം ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ മജ്ജയൊക്കെ ഇറങ്ങിയാണ്ടുള്ള ആ സംഭവം ബോൺ ബ്രോത്ത്. ഇനി നമ്മൾ പ്രോട്ടീൻ്റെ സോഴ്സ് പറഞ്ഞു, ഫാറ്റ് പറഞ്ഞു, മൾട്ടി വൈറ്റമിൻ പറഞ്ഞു. ഇനി കാർബ്സിന് വേണ്ടി നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, മിൽക്ക് കഴിക്കാം, ഹണി, അതുപോലെ വൈറ്റ് റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നമില്ലാത്ത സംഭവങ്ങൾ. അതിൽ ഫ്രൂട്ട്സ്, മിൽക്ക്, ഹണി ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ, ബട്ട് വൈറ്റ് റൈസും സ്വീറ്റ് പൊട്ടാറ്റോയും ഓക്കെ. അപ്പോൾ അന്നത്തെ എൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ കാർബിൽ നിന്ന് എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് ഇതിൽ നിന്ന് ഇതൊക്കെ കഴിക്കുമ്പോഴും ചിലപ്പോൾ ഒരു പഴം തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ഗ്രാം പ്രോട്ടീനെ കിട്ടുമല്ലോ, അപ്പോൾ 10 പഴം തിന്നാൽ 10 ഗ്രാം പ്രോട്ടീൻ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സോ കുറേ അതിനെക്കുറിച്ച് പഠിക്കാനോ. യെസ്, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ പ്രൊഫഷണൽ ലെവൽ ഡെഫിനറ്റ്ലി കുറേ പഠിക്കാനുണ്ട്. ബട്ട് ഫോർ എ ഗൈ ഹു വാണ്ട് ടു ലുക്ക് ഗുഡ്, ബിൽഡ് എ ഗുഡ് ഫിസിക്, ഇതൊരു ബേസിക് നോളജാണ്. ഈ ഒരു ഫുഡുകൾ, ഞാനിപ്പോൾ പറഞ്ഞ ഫുഡുകൾ ഫോർ പ്രോട്ടീൻ, ഫാറ്റ്, മൾട്ടി വൈറ്റമിൻ ആൻഡ് കാർബ്സ്, ഈ ഒരു ഫുഡുകൾ ഓൺ അറ്റ്ലീസ്റ്റ് 1.6 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം കിട്ടുന്ന രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അപ് ടു 2.7 വരെ പോവാം. ബട്ട് 2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സെറ്റാണ്. 1.6 to 2 ഗ്രാം പ്രോട്ടീൻ വരെ എത്തിക്കഴിഞ്ഞാൽ ഹി ക്യാൻ ബിൽഡ് മസിൽ. അതിലെങ്ങനെ പ്രോട്ടീൻ കണക്കൂട്ട് വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡുകളൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയണില്ല, ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. അതായത് ഇപ്പോൾ മുട്ടയാണെങ്കിൽ ഒരു മുട്ടയിൽ ആൾമോസ്റ്റ് 5-6 ഗ്രാം 6 ഗ്രാംസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ കുറച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ 5 to 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. 100 ഗ്രാമിൽ ഏതൊരു മീറ്റ് ആണെങ്കിലും ആൾമോസ്റ്റ് ഒരു 20 to 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു ദിവസത്തെ നമ്മൾ എത്ര കഴിക്കുന്നുണ്ട് എന്നുള്ളത് കണക്കൂട്ടുക. അങ്ങനെ പറഞ്ഞില്ലേ ഫസ്റ്റ്, നമുക്കൊരു ചീപ്പ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ചെറുക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ വലിയ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു ഓപ്ഷനും എന്താ വെച്ചാൽ മുട്ട തന്നെയാണ്, എഗ്സ്. അതെങ്ങനെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചന്ത എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് തപ്പുക, മുട്ടക്കടകൾ ഉണ്ടാവും. അതായത് മുട്ടകൾ മാത്രം ഹോൾസെയിലിന് കൊടുക്കുന്ന കടകളുണ്ടാവും. ഇത് എക്സ്ക്ലൂസീവ് ടിപ്പാട്ടോ. ഈ മുട്ടൻ്റെ ഡിമാൻഡ് കൂടിയാൽ നമുക്ക് കിട്ടാതാവുമെന്നറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ക്രാക്കഡ് എഗ്സ് ഉണ്ടോ ചോദിക്കുക. അതായത് ടച്ച് മുട്ട എന്ന് പറയാം. ടച്ച്, ചെറിയ സ്ക്രാച്ചുകൾ, ചെറിയ പൊട്ടലുകളുള്ള മുട്ടകൾ. ഇത് നിങ്ങൾ റിസ്ക് തന്നെ കഴിക്കട്ടോ, ഞാനൊന്നും ഉത്തരവാദിയല്ല എന്തെങ്കിലും പറ്റിയാൽ. അപ്പോൾ ടച്ച് മുട്ടകൾ ഉണ്ടാവും. മാക്സിമം ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാം. അപ്പോൾ അത് ഒന്നിന് ഒരു 3.5 രൂപ 4 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുള്ളൂ ടച്ച് മുട്ടയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ അങ്ങനെ വരലുള്ളൂ, എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം 10 എണ്ണം കഴിക്കുകയാണെങ്കിലും 35 to 40 രൂപയെ വരുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീനോ ആൾമോസ്റ്റ് 60 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ. അതിന് തന്നെ മോസ്റ്റ് ബയോ അവൈലബിൾ പ്രോട്ടീൻ ആൻഡ് ഏറ്റവും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ ഉള്ള എല്ലാം മസിൽ ബിൽഡിങ്ങിന് പറ്റിയ സാധനം ഫോർ ജസ്റ്റ് 40 rupees a day. അപ്പോൾ ഒരു മാസം മൊത്തം ഒരു ദിവസം 10 മുട്ട കഴിക്കുകയാണെങ്കിലും 1050 to 1200 രൂപ വരെ വരുള്ളൂ ഒരു മാസത്തിന്. അതേസമയം നിങ്ങളൊരു വേ പ്രോട്ടീനോ കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ദിവസം അതിന് 60 ഗ്രാമൊന്നും കിട്ടില്ല. ഇനി അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ആകെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ആൻഡ് 3000-4000 രൂപ കൊടുക്കേണ്ടി വരും. ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ ആൻഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് നാച്ചുറൽ, നോ കെമിക്കൽസ്, നോ ഷേറ്റ്. ഏറ്റവും നല്ലത് നാടൻ മുട്ടയായിരിക്കും, നമ്മുടെ വീട്ടിലുള്ള കോഴികളതൊക്കെ ആയിരിക്കും. പക്ഷെ അത് കിട്ടാൻ പണിയാണ്, അത് അഫോർഡ് ചെയ്യാൻ പണിയായിരിക്കും. കാരണം അത് നീ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും നല്ല റേറ്റ് ഉണ്ടാവും. സോ ഡു വാട്ട് യു ക്യാൻ ഫ്രം വേർ യു ആർ വിത്ത് വാട്ട് യു ഹാവ് എന്നല്ലേ. അപ്പോൾ ഫോർ എ ബിഗിനിങ് സ്റ്റേജ് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അത് കൊടുന്നാണ്ട് എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെക്കണം. അത് പുറത്ത് വെക്കരുത്. അത് മുട്ടൻ്റെ തോട് പൊട്ടിയതായതുകൊണ്ട് സേഫ് ആവാൻ ചാൻസ് ഇല്ല. അത് പിന്നെ ബാക്ടീരിയൽ
എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കൊടുന്നാണ്ട് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നിങ്ങളെ റിസ്ക് തന്നെ കഴിക്കുക. എഗ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കഴിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. ഞാൻ ഫസ്റ്റ് ചെയ്തിന മിസ്റ്റേക്ക്, ഫസ്റ്റ് ഒരു 1 ഇയർ ഞാൻ ആ ഒരു മിസ്റ്റേക്കിൽ പോയത്. പിന്നെ ഞാൻ ന്യൂട്രീഷനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ എനിക്കറിയാം ലീനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മസിൽ ബിൽഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റി. എന്നാൽ നമുക്ക് നമ്മളെ ഫീലിങ്ങിനൊന്നും അഫക്റ്റ് ചെയ്യാത്ത, നമ്മളെ മൂഡിനൊന്നും അഫക്റ്റ് ചെയ്യാത്ത നല്ല ഫുഡുകൾ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ദാറ്റ് മച്ച് കോസ്റ്റ്ലി. അത്ര കോസ്റ്റ്ലി ഒന്നല്ല. നമ്മൾ നോർമൽ ഡയറ്റ് പുറത്തുനിന്നൊക്കെ പോയി തിന്നണ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നല്ല. ദാറ്റ്സ് ഇറ്റ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.